ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെശയ്യാ പ്രവചന പുസ്തക പഠനം 24-ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. യെശയ്യാ പ്രവചന പുസ്തക പഠനം. ഇന്ന് നാം ചിന്തിക്കുന്നത് യെശയ്യാ പ്രവചന പുസ്തകത്തിൻ്റെ 13-ാം അധ്യായമാണ്. 13-ാം അധ്യായം ഒരു ചരിത്രത്തിൻ്റെ പാഠമാണിത്. ഈ അധ്യായം പരാമർശിക്കുന്നത് ബാബിലോൺ എന്ന സാമ്രാജ്യത്തിൻ്റെ വിജനമാക്കൽ, അതിനെ ദൈവം എപ്രകാരമാണ് തകർക്കുന്നത്, നശിപ്പിക്കുന്നത്. യഹൂദ എന്ന ദൈവമക്കളുടെ രാജ്യം ഏറ്റവും അടുത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീഷണി അസീറിയ രാജ്യത്തിൽ നിന്നാണ്. യെശയ്യാവിൻ്റെ കാലത്ത് ലോകത്തിലെ മഹാശക്തിയായിരുന്നു അസീറിയൻ സാമ്രാജ്യം. ബാബിലോൺ, മെരോദക് ബലാഥാൻ, അത് 39-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ആ പേര് നിങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിയും. യെശയ്യാ പ്രവചന പുസ്തകത്തിൻ്റെ 39-ന്റെ 1-ൽ ആ കാലത്ത് ബലധാൻ്റെ മകനായ മെരോദാക് ബലധാൻ എന്ന ബാബേൽ രാജാവ് ഹിസ്കിയാവിന് രോഗം പിടിച്ചപ്പോൾ രോഗത്തിൽ സുഖപ്പെട്ട ഹിസ്കിയാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അറിയിച്ച് സുഖവിവരം തേടിയ രാജാവാണ് മെരോദക് ബലധാൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ബാബിലോൺ സാമ്രാജ്യം വർദ്ധിച്ച് വികസിച്ച് കൊണ്ടുവരികയാണ്, ശക്തി പ്രാപിച്ചു കൊണ്ടുവരികയാണ്. അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയെക്കുറിച്ച് 10-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 19 വരെ വളരെ വ്യക്തമായിട്ട് തന്നെ ദൈവം പ്രവാചകനോട് സംസാരിച്ചതായിട്ട് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ദൈവത്തിൻ്റെ കോപത്തിൻ്റെ കോലായ അസൂറിന് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കയ്യിലെ വടിയായ ക്രോധമായി അസൂറിനെ ഉപയോഗിച്ച്, അസൂർ എന്ന് പറഞ്ഞാൽ അസീറിയ ഉപയോഗിച്ചതിനെ കുറിച്ച് 10-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 19 നമ്മൾ പഠിച്ചു. 1-ാമത്തെ വാക്യം വായിക്കാം. യെശയ്യാ പ്രവചന പുസ്തകം അധ്യായം മുഴുവൻ വായിക്കേണ്ടത് ആവശ്യമാണ്. ആമോസിന്റെ മകനായ യെശയ്യാവ് ബാബേലിനെ കുറിച്ച് ദർശിച്ച പ്രവാചകൻ. ബാബേലിനെ കുറിച്ച് ദർശിച്ച പ്രവാചകൻ. 1-ാം വാക്യത്തിൽ ആ പ്രവാചകൻ എന്ന വാക്ക് കാണും. പ്രവാചകം എന്ന വാക്കിന് മറ്റൊരു പരിഭാഷ നൽകിയാൽ ഭാരം എന്നുപയോഗിക്കാം. കാരണം വേദന നിറഞ്ഞുന്ന ഒരു സന്ദേശമാണ് നൽകാനുള്ളത്. 10 തവണ യെശയ്യാ പ്രവചന പുസ്തകത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഓരോ രാജ്യങ്ങളെ പരാമർശിക്കുവാനാണ്. 14-ന്റെ 28, 15-ന്റെ 1, 17-ന്റെ 1, 19-ന്റെ 1, 21-ന്റെ 1, 21-ന്റെ 11, 13, 22-ാം അധ്യായം 1-ാം വാക്യം, 23-ന്റെ 1-ാം വാക്യം. ഇവിടെയെല്ലാം ഓരോ രാജ്യങ്ങളെക്കുറിച്ചുള്ള പ്രവാചകം എന്ന് കാണാം. ഇപ്പോൾ 15-ന്റെ 1-ൽ മൊവാബിനെ കുറിച്ചുള്ള പ്രവാചകം, 14-ന്റെ 28-ൽ അവിടെ പറയുന്നത് ആഹാസ് രാജാവ് മരിച്ച ആണ്ടിൽ ഈ പ്രവാചകമുണ്ടായി. അപ്പോൾ ഓരോ രാജ്യങ്ങളെക്കുറിച്ച് ദൈവം പ്രവചിക്കുകയാണ്. ആ രാജ്യത്തിന് വരാൻ പോകുന്ന ഭാവി എന്താണെന്ന് കാണിച്ചു തരുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ് വേദന നിറഞ്ഞ സന്ദേശമാണ്. ഇത് വെറും ഓരോ രാജ്യങ്ങളുടെ നാശത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം മാത്രമല്ല, അതേ സമയത്ത് ഇസ്രയേലിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള പ്രഖ്യാപനം കൂടിയാണ്. കാരണം ഇസ്രയേലിന് രക്ഷ ലഭിക്കും എന്ത് ചെയ്താൽ അവർ അവരുടെ ദൈവത്തിൽ ആശ്രയിച്ചാൽ, അവരവരുടെ ദൈവത്തിൽ, യഹോവയായ ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയാണെങ്കിൽ അവരുടെ രക്ഷയെക്കുറിച്ചുള്ള പ്രഖ്യാപനം കൂടിയാണ് ഈ പ്രഖ്യാപനം എന്ന് കാണാം. ദൈവമക്കൾ എപ്പോഴും ആശ്രയം വയ്ക്കേണ്ടത് ദൈവത്തിലാണ്. രാഷ്ട്രീയ സഖ്യകക്ഷികളിലോ മറ്റ് സംവിധാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ ആകരുത് ദൈവമക്കൾ പ്രത്യാശയും ആശ്രയവും വയ്ക്കേണ്ടത്. ഇവിടെ 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ യെശയ്യാവ് എഴുതിയത് ആമോസിന്റെ മകനെ യെശയ്യാവ് ബാബേലിനെ കുറിച്ച് ദർശിച്ച പ്രവാചകം. ദർശിച്ച എന്ന് പറഞ്ഞാൽ മനസ്സിൽ ചിത്രീകരിച്ച എന്നർത്ഥം കൂടി വേണമെങ്കിൽ കാണാം. അതായത് ദൈവം യെശയ്യാ പ്രവാചകന് ഒരു വെളിപാട് നൽകുകയാണ് ഈ രാജ്യങ്ങളെക്കുറിച്ച്. ആദ്യം ബാബിലോണിൽ തുടങ്ങും. 23-ാം അധ്യായം വരെ പഠിക്കുമ്പോൾ അനവധി രാജ്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഭാവിയെക്കുറിച്ച് ദൈവം പ്രവചനം കൊടുക്കുകയാണ്. ഈ സമയത്ത് ബാബിലോൺ ഒരു മഹാശക്തി വളർന്നിട്ടില്ല. കാരണം ഇത് 7-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലമാണ്. അസീറിയ പക്ഷേ ബലഹീനമായിക്കൊണ്ടിരിക്കുകയാണ്. അസീറിയ ബലഹീനമായിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്താണ് ബാബിലോൺ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അസീറിയ ബലഹീനമായിക്കൊണ്ടിരിക്കുന്ന 8-ാം നൂറ്റാണ്ടിൻ്റെ ഇത് BC ആണ്. കർത്താവിൻ്റെ ക്രിസ്തു വർഷത്തിന് മുമ്പ് 8-ാം BC അവസാനമാകുമ്പോഴേക്കും ബലദാൻ തൻ്റെ മസിലുകൾ വികസിപ്പിക്കുകയാണ്, തൻ്റെ ശക്തി വ്യാപിപ്പിക്കുകയാണ്. അങ്ങനെ
ബാബിലോണിന്റെ രാജാവായ നെബോപൊലാസറിന്റെ കാലഘട്ടത്തിൽ മേധ രാജാവുമായി ചേർന്ന് അസീറിയെ തോൽപ്പിക്കും. അസീറിയയുടെ തലസ്ഥാനമായ നിനവയെയും 612 BC-യിലാണ് തോൽപ്പിച്ചത്. അങ്ങനെ അസീറിയ സാമ്രാജ്യത്തിന്റെ ശക്തി അവസാനിക്കുകയാണ്. ഇനി നമുക്ക് 13-ാം അധ്യായം 2 മുതൽ 5 വരെ യെശയ്യാ പ്രവാചകൻ. മൊട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവിൻ, അവൻ പ്രഭുക്കന്മാരുടെ വാതിലുകൾക്കകത്ത് കടക്കേണ്ടതിന് ശബ്ദമുയർത്തി അവരെ കൈകൊട്ടി വിളിപ്പിൻ. ഇത് ചുറ്റുപാടും സൈന്യങ്ങൾ, ബാബിലോണിന് ചുറ്റും സൈന്യങ്ങൾ വളയുന്നതിനെ കുറിച്ചാണ്. കൈകൊട്ടി വിളിപ്പിൻ, ഞാൻ എൻ്റെ വിശദീകരിക്കപ്പെട്ടവരോട് കൽപ്പിച്ചു, ഗർവത്തോടെ ഉല്ലസിക്കുന്നതിൻ്റെ വീരന്മാരെ ഞാൻ എൻ്റെ കോപത്തെ നിവർത്തിക്കേണ്ടതിന് വിളിച്ചിരിക്കുന്നു. ബഹുജനത്തിൻ്റെ ഘോഷം പോലെ പർവ്വതങ്ങളിൽ പുരുഷാരത്തിൻ്റെ ഒരു ഘോഷം, കൂടിയിരിക്കുന്ന ജാതികളുടെ രാജ്യങ്ങളുടെ ആരവം. സൈന്യങ്ങളുടെ യഹോവ യുദ്ധസൈന്യത്തെ പരിശോധിക്കുന്നു. ദേശത്തെയൊക്കെ നശിപ്പിപ്പാൻ ദൂരദേശത്ത് നിന്നും ആകാശത്തിൻ്റെ അറ്റത്ത് നിന്നും യഹോവയെയും അവൻ്റെ കോപത്തിൻ്റെ ആയുധങ്ങളും വരുന്നു. ഇതാണ് ബാബിലോണിന് ചുറ്റും സൈന്യങ്ങൾ സമ്മേളിക്കുന്നതിൻ്റെ ചിത്രം. ഇവിടെ 2-ാമത്തെ വാക്യത്തിൽ മൊട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവിൻ എന്ന വാക്ക് കാണാം. കൊടി ഉയർത്തുവിൻ, അതൊരു മാനദണ്ഡം എന്നർത്ഥമാണ്. കൊടി ഉയർത്തുവിൻ, അതായത് ഓരോ രാജ്യങ്ങളെ ദൈവം ഇടപെടാൻ പോകുന്നതിൽ ദൈവം സന്ദർശിക്കാൻ പോകുന്നതിനെ കുറിച്ച് പറയുകയാണ്. ഇവിടെ ബഹുവചന രൂപത്തിൽ 3 കാര്യങ്ങൾ ഇവിടെ കാണാം. ഒന്ന്, ശബ്ദമുയർത്തുവിൻ, കൊടി ഉയർത്തുവിൻ, കൈകൊട്ടി വിളിപ്പിൻ. ഇവിടെ 2-ാം വാക്യം വായിക്കുമ്പോൾ മൊട്ടക്കുന്നുമേൽ കൊടി ഉയർത്തുവിൻ, പ്രഭുക്കന്മാരുടെ വാതിലുകൾക്കകത്ത് കടക്കേണ്ട ശബ്ദമുയർത്തി അവരെ കൈകൊട്ടി വിളിപ്പിൻ എന്ന് കാണാം. ഇതെല്ലാം വ്യക്തമായി കാണിക്കുന്നത് ദൈവം ഈ ചുറ്റുപാടുമുള്ള സൈന്യങ്ങളെ താൻ ഏത് രാജ്യത്തെയാണോ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ചുറ്റും കൂട്ടി വരുത്തുകയാണ്. ഇത് ദൈവത്തിൻ്റെ മുൻകൈയാണ്. 3-ാം വാക്യം പറയുന്ന പോലെ ഞാൻ എൻ്റെ വിശദീകരിക്കപ്പെട്ടവരോട് കൽപ്പിച്ചു. അപ്പം അവിടെ ഒരു വ്യക്തി നാമം ഉപയോഗിക്കുന്നതാണ്. ഞാൻ, എൻ്റെ എന്ന നാമം എന്ന വാക്ക് 3 തവണ ഉപയോഗിക്കും. എൻ്റെ വിശദീകരിക്കപ്പെട്ടവർ, ഗർവത്തോടെ ഉല്ലസിക്കുന്നതിൻ്റെ വീരന്മാർ, കൂടാതെ എൻ്റെ കോപത്തെ നിവർത്തിക്കുക. ഇപ്പം എൻ്റെ, ഞാൻ, എൻ്റെ എന്ന തരത്തിൽ 3 വ്യക്തിനാമങ്ങൾ ഉപയോഗിക്കുകയാണ്. അപ്പം ദൈവമാണ് ഇതിന് മുൻകൈ എടുക്കുന്നത്. ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ ദൈവം മുൻകൈ എടുത്ത് അവരെ നശിപ്പിക്കാൻ ശക്തര രാജ്യത്തിന് ചുറ്റും വിളിച്ചു വരുത്തുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശത്രുക്കളായ രാജ്യം, അതായത് തകർക്കാൻ വരുന്ന രാജ്യത്തിൻ്റെ ദുഷ്ടതയും ക്രൂരതയും ഒന്നും ദൈവം അംഗീകരിക്കുന്നു എന്നല്ല. ഇത് അസീറിയ ഉപയോഗിച്ച് യഹൂദയെ പഠിപ്പിക്കുമ്പോഴാകട്ടെ, ഇവിടെ ഈ ബാബിലോണിനെ തകർക്കാൻ മറ്റു രാജ്യങ്ങളെ വിളിക്കുമ്പോഴാകട്ടെ, ഈ കടന്നു വരുന്ന രാജ്യങ്ങളുടെ ക്രൂരതയും അവരുടേതായ അവിശ്വസ്തതകളും അവരുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളും ഒക്കെ ദൈവം അംഗീകരിച്ചു കൊടുക്കുന്നതല്ല. ഇവിടെ ദൈവം അവരെ തൻ്റെ കൈകളിൽ ഉപയോഗിക്കുകയാണ്. ഒരു രാജ്യത്തെ തകർക്കാൻ, ന്യായവിധി നടത്താൻ ദൈവം ഉപയോഗിക്കുകയാണ്. പക്ഷേ ഈ രാജ്യങ്ങൾ നാളെ ശിക്ഷിക്കപ്പെടും. നമ്മൾ കണ്ടു, അസീറിയതെ ഉപയോഗിച്ചു. ദൈവത്തിൻ്റെ കയ്യിലെ വടിയായിട്ട് അസൂറിനെ ഉപയോഗിച്ചു. പക്ഷെ അസീറിയ പിന്നീട് ശിക്ഷിക്കപ്പെട്ടു. ഇവിടെ 4-5 വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ബഹുജനത്തിൻ്റെ ഘോഷം പോലെ പർവ്വതങ്ങളിൽ പുരുഷാരത്തിൻ്റെ ഒരു ഘോഷം, കൂടിയിരിക്കുന്ന ജാതികളുടെ രാജ്യങ്ങളുടെ ഘോഷം, സൈന്യങ്ങളുടെ യഹോവ യുദ്ധസൈന്യത്തെ പരിശോധിക്കുന്നു. ദേശത്തെങ്ങനെയും നശിപ്പിപ്പാൻ ദൂരദേശത്ത് നിന്നും ആകാശത്തിൻ്റെ അറ്റത്ത് നിന്നും യഹോവയെയും അവൻ്റെ കോപത്തിൻ്റെ ആയുധങ്ങളും വരുന്നു എന്ന് 4-5 വാക്യങ്ങൾ കൃത്യമായിട്ട് വരാൻ പോകുന്ന നാശത്തെ, ആ സൈന്യത്തെ കാണിക്കുകയാണ്. സൈന്യങ്ങളിങ്ങനെ സമ്മേളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ പ്രവൃത്തി അവർക്കുണ്ട്. ആരാ വരുന്നത്? ദൈവം ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ ഒരു രാജ്യം ബാബേലിനെതിരെ ഇങ്ങനെ സമ്മേളിക്കുമ്പോൾ ദൈവം വരുന്നു എന്ന അർത്ഥമാണ്. ദൈവം വരികയാണ്. ന്യായവിധി നടത്തിയ സമയം ദൈവത്തിൻ്റെ ആഗമനമാണ്, ദൈവത്തിൻ്റെ സന്ദർശനമാണ്, ദൈവത്തിൻ്റെ കോപത്തിൻ്റെ സന്ദർശനമാണ്. കാരണം ദൈവമാണ് ചരിത്രത്തിൻ്റെ ദൈവമാണ് യഥാർത്ഥ യജമാനൻ. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന പകരം സൈന്യത്തിൽ ആശ്രയിച്ചാൽ എന്തൊരു ഗതികേടായിരിക്കും. ഇവിടെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ദൈവത്തെ, സൈന്യങ്ങളുടെ യഹോവയെ ആണ് ആശ്രയിക്കേണ്ടത്, സൈന്യത്തെ അല്ല. സൈന്യങ്ങളുടെ യഹോവയെ ആശ്രയിക്കണം. സൈന്യങ്ങളുടെ യഹോവ എന്ന വാക്ക് 19 തവണ ഈ 13-ാം അധ്യായം മുതൽ 23-ാം അധ്യായം വരെ പഠിക്കുമ്പോൾ 19 തവണ വാക്ക് കാണാം. 19 തവണ സൈന്യങ്ങളുടെ യഹോവ. കൂടാതെ സൈന്യങ്ങളുടെ യഹോവയെ കർത്താവെന്ന് 5 തവണ കാണാം. അപ്പം വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിൽ ഈ ഭാഗങ്ങളിൽ 1/3 ഭാഗങ്ങളിൽ വ്യക്തമായി കാണാം സൈന്യങ്ങളുടെ യഹോവ. അത് യുദ്ധത്തിൻ്റെ പ്രയോഗമാണ്. യുദ്ധസമയത്ത് ഉപയോഗിക്കുന്ന പ്രയോഗമാണ് സൈന്യങ്ങളുടെ യഹോവ. സൈന്യങ്ങളോടുകൂടി ആഗതനാകുന്ന യഹോവ. അതാ ഈ രാജ്യങ്ങൾക്കെതിരെയുള്ള പ്രവാചകത്തിൽ വളരെ സുപ്രധാനമായ ഭാഗമാണ് ഈ പ്രയോഗത്തിനുള്ളത്. ഇനി നമുക്ക് 6 മുതൽ 16 വരെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 16 വരെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്
അവിടുത്തെ ഭാഷ വളരെ വളരെ വ്യക്തമാണ്. വെളിപാട് പുസ്തകത്തിൻ്റെയും നിഗൂഢ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന അപ്പോക്കാലിപ്റ്റിക് ലേഖനങ്ങളുടെ ശൈലി, ഉപയോഗിക്കുന്നതായ പുസ്തകങ്ങളുടെ ശൈലിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആദ്യം 6 മുതൽ ഒന്ന് വായിക്കാം. യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കൊണ്ട് മുറയിടുവീൻ, അത് സർവശക്തനിൽ നിന്ന് സർവനാശം പോലെ വരുന്നു. അതുകൊണ്ട് എല്ലാ കൈകളും തളർന്നു പോകും, സകല ഹൃദയവും ഉരുകിപ്പോകും, അവർ ഭ്രമിച്ചു പോകും, വേദനയും ദുഃഖവും അവർക്ക് പിടിവിടും. നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ അവർ വേദനപ്പെടും, അവർ അന്യോന്യം തുറിച്ചു നോക്കും, അവരുടെ മുഖം ജ്വലിച്ചിരിക്കും. ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളയുവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ടും ക്രോധത്തോടും അതികോപത്തോടും കൂടി വരുന്നു. 6 മുതൽ 9 വരെയാണ് വായിച്ചത്. ദൈവത്തിൻ്റെ ദിവസം, ദൈവത്തിൻ്റെ ദിവസം. ദൈവം കടന്നു വരുന്ന ഉദ്ദേശത്തെ വിശദീകരിക്കുകയാണ്. ദൈവം എന്തിനു വേണ്ടി കടന്നു വരുന്നു? ഇവിടെ യെശയ്യാ പ്രവാചകൻ ഈ രാജ്യങ്ങളുടെ മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ യഹോവയുടെ ദിവസം, യഹോവയുടെ ദിവസം എന്ന് പറയുന്ന ഈ പ്രയോഗം മറ്റ് പ്രവാചകന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. ന്യായവിധിയെക്കുറിച്ചും നശീകരണത്തെക്കുറിച്ചുമെല്ലാം. ഇപ്പം 4-ാം വാക്യത്തിൽ ഇപ്പോൾ യെശയ്യാ 13:4 പറഞ്ഞതുപോലെ സൈന്യങ്ങളുടെ യഹോവ യുദ്ധസൈന്യത്തെ പരിശോധിക്കുന്നു, ദേശത്തൊക്കെ നശിപ്പിപ്പാൻ ദൂരദേശത്ത് നിന്ന് വരുന്നു എന്നൊക്കെ പറഞ്ഞതായ ആ ഒരു പ്രയോഗം, അത് ന്യായവിധിയുടെ പരാമർശത്തെക്കുറിച്ച് മറ്റ് പ്രവാചകന്മാർ പറഞ്ഞത് യോവേൽ 1:15, യോവേൽ 2:1-11 വാക്യങ്ങൾ, യോവേൽ 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, ആമോസ് 5:18-20 വാക്യം, ഒബദ്യാവ് 1:15 വാക്യം, സഫന്യ 1:14-15 വാക്യം. അപ്പോൾ ഈ പ്രവാചക വാക്കുകളിലെല്ലാം, ഈ പ്രവാചക ഭാഗങ്ങളിലെല്ലാം അത് യോവേൽ 1:15, യോവേൽ 2:1-11, യോവേൽ 3:14, ആമോസ് 5:18-20, ഒബദ്യാവ് 1:15, സഫന്യ 1:14-15. ഇവിടെയെല്ലാം ഈ പ്രവാചകന്മാർ ഇതേ ഭാഷ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്. ദൈവജനം എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം, ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ ദിവസം, ശത്രുക്കൾക്കെതിരെയുള്ള ക്രോധത്തിൻ്റെ ദിവസം എന്നും ദൈവം കരുതി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തരത്തിൽ പ്രവാചകനോട് സംസാരിക്കുന്നതിലൂടെ ദുഷ്ടതയും തിന്മയും ചെയ്യുന്നവർക്ക് എന്നും അങ്ങനെ തുടരാൻ പറ്റില്ല. ദൈവം അവരെ സന്ദർശിക്കുന്ന ദിവസം വരുമെന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ ഒരു ശൈലി, പ്രത്യേകിച്ച് അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 16 വാക്യങ്ങൾ, ആ ശൈലി വ്യക്തമാണ്. ഇപ്പോൾ സാധാരണ വെളിപാട് പുസ്തകത്തിൻ്റെ ശൈലിയാണ്. നിഗൂഢമായ ആലങ്കാരികമായ സംഖ്യകളും ചിത്രങ്ങളും ഉപയോഗിച്ച് സന്ദേശം നൽകുന്ന ഒരു ശൈലി, ഒരു ദീർഘദർശന എഴുത്ത് ശൈലിയാണ്. ഒരു വ്യക്തി പ്രകാരം പറയുകയുണ്ടായി, പ്രവചനപരമായിട്ടും ഈ തരത്തിൽ അപ്പോക്കാലിപ്റ്റിക് സ്റ്റൈലിലും പറയുന്നത് ഒരു സംഘർഷത്തെക്കുറിച്ച് തന്നെയാണ്, ഒരു പ്രയാസത്തെക്കുറിച്ച് തന്നെയാണെങ്കിലും രണ്ട് രീതിയിൽ രണ്ടാണ്. പ്രവാചക ശൈലിയിൽ ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ അവിടെ പാപികളോട് മാനസാന്തരപ്പെടാനും വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരുങ്ങി നിൽക്കുവാനും ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ ഈ അപ്പോക്കാലിപ്റ്റിക് അല്ലെങ്കിൽ നിഗൂഢ ആലങ്കാരിക രീതിയിലുള്ള എഴുത്തുകളിലൂടെ അത് വളരെ സംഘർഷം നിറഞ്ഞ അവസ്ഥയുടെ കുറച്ച് കാഠിന്യമേറിയ നിലയെക്കുറിച്ച് കാണിക്കുന്നു. അതിൽ നിന്ന് രക്ഷ ദൈവത്താൽ മാത്രമാണ് സാധിക്കുന്നതെന്ന സന്ദേശമാണ് നൽകുന്നത്. ഇവിടെ ആ തരത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബാബിലോണിൻ്റെ ശത്രുക്കൾ ഇതാ കടന്നു വരികയാണ്. 6 മുതൽ 8 നമ്മൾ കണ്ടതുപോലെ മേധരാജ്യം ഇതാ ബാബിലോണിനെതിരെ സമ്മേളിക്കുകയാണ്. അത് നൽകാൻ പോകുന്നതായ സ്വാധീനത്തെ വ്യക്തമായി കാണിക്കും. 6 മുതൽ 8 നമ്മൾ വായിച്ചപ്പോൾ ഇവിടെ നമ്മൾ കാണുകയുണ്ടായി, യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കൊണ്ട് മുറയിടുവിൻ, അത് സർവശക്തനിൽ നിന്ന് സർവനാശം പോലെ വരുന്നു. അതുകൊണ്ട് എല്ലാ കൈകളും തളർന്നു പോകും, സകല ഹൃദയവും ഉരുകിപ്പോകും. ഇപ്പോൾ യഹോവയുടെ ദിവസം വരികയാണ്, അതുകൊണ്ട് മുറയിടുവീൻ എന്നാണ് പറഞ്ഞത്. മുറയിടുവീൻ, കാരണം യഹോവയുടെ ദിവസം രക്ഷപ്പെടാൻ പറ്റില്ല, അതിന് ഓടി ഒളിക്കാൻ ആർക്കും പറ്റില്ല. അപ്പം അത് നേരിട്ടേ പറ്റുകയുള്ളൂ. അത് 7-ാമത്തെ വാക്യത്തിൽ കൈയും ഹൃദയത്തെക്കുറിച്ച് പറയും. കൈ ബാഹ്യമായതാണ്, ഹൃദയം ആന്തരികമാണ്. ഒരു വ്യക്തിയുടെ പൂർണ്ണതയെ കാണിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ കൈകളും തളർന്നു പോകും, സകല ഹൃദയവും ഉരുകിപ്പോകും എന്നവിടെ കാണിക്കുകയാണ്. അതൊരു വ്യക്തിയെ മുഴുവനായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പം ഇങ്ങനെ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ സമയത്ത് ജനത്തിൻ്റെ സമീപനം എന്തായിരിക്കണം? അതാണ് 8-ാമത്തെ വാക്യത്തിൽ കാണിച്ചത്. നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ അവർ വേദനപ്പെടും, അവർ അന്യോന്യം തുറിച്ചു നോക്കും, അവർ ഭ്രമിച്ചു പോകും, ഹൃദയം ഉരുകിപ്പോകും, വേദനയും ദുഃഖവും അവർക്ക് പിടിപെടും. ഇതാണ് പ്രതികരണം. ഈ ദൈവത്തിൻ്റെ ന്യായവിധി വരുമ്പോൾ ജനത്തിൻ്റെ പ്രതികരണം അങ്ങനെയായിരിക്കും. ഇനി 9 മുതൽ 16 വരെ കേൾക്കുക. അത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ സാർവലൗകിക സ്വഭാവമാണ്. ലോകത്തിൻ്റെ എവിടെ ഏത് രാജ്യത്തെ ദൈവം ന്യായവിധി നടത്തിയാലും ആ ന്യായവിധി നടത്തിയ ദൈവത്തിൻ്റെ സാർവലൗകിക സ്വഭാവത്തെ കാണിക്കുകയാണ്. ഈ ഭാഷയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അപ്പോക്കാലിപ്റ്റിക് റൈറ്റിംഗ് സ്റ്റൈൽ. അതായത് എസെക്കിയേലിൻ്റെ പുസ്തകത്തിലും വെളിപാട് പുസ്തകത്തിലും ഇപ്രകാരമുള്ള എഴുത്ത് ശൈലി കാണാം.
ഇത് കർത്താവ് യേശുക്രിസ്തു യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ ഉപയോഗിച്ചത് ഇതേ ശൈലി തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം വായിക്കുമ്പോൾ, ആകാശത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തി ഇളകിപ്പോകും എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക ശൈലി എഴുതുകയാണ്. അല്ലാതെ ആകാശ നക്ഷത്രങ്ങളും താഴെ വീഴുകയോ സൂര്യൻ കെട്ടുപോകുകയോ ഒന്നുമല്ല. ഇതൊരു ശൈലിയാണ്, എഴുത്ത് ശൈലിയാണ്. വരാൻ പോകുന്ന വലിയ വിനാശത്തെ, നാശത്തെ പരാമർശിക്കാൻ പറയുന്ന പ്രയോഗമാണത്. മർക്കോസ് 13-ാം അധ്യായം 24-25 വാക്യത്തിലും നമുക്കത് കാണാൻ സാധിക്കും. അവിടെ പറയുന്നത്, എങ്കിലും ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കെടുക്കാതിരിക്കും, ആകാശത്ത് നക്ഷത്രങ്ങൾ വീണുകൊണ്ടിരിക്കും, ആകാശ ശക്തികൾ ഇളകിപ്പോകും. ലൂക്കോസ് 21 ഇതേ ശൈലി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം യെരുശലേമിൻ്റെ നാശം കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതാണ്. യെരുശലേമിന് വരാൻ പോകുന്ന നാശം, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം തകർന്നു പോകുന്ന യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ച് പറയുന്നത് ലൂക്കോസ് 21, 25, 26. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷണങ്ങളുണ്ടാകും, കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടെ പരിഭവമുണ്ടാകും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നുവെന്ന് പേടിച്ച് നോക്കിയും പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. ഇതൊക്കെ യെരുശലേമിൻ്റെ നാശം, അത് ദൈവത്തിൻ്റെ വരവാണ്. ഒരു രാജ്യത്തിൻ്റെ നാശത്തിൽ കർത്താവിൻ്റെ വരവ് നമ്മൾ യെശയ്യാവിൽ കണ്ടു. അതാണ് ഇവിടെയും പറയാൻ പോകുന്നത്. ഈ വാക്യങ്ങളൊന്ന് കേൾക്കുക. യെശയ്യാവ് 13-10 മുതൽ 16 വരെ. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശികളും പ്രകാശം തരികയില്ല, സൂര്യൻ ഉദയത്തെങ്കിൽ തന്നെ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം നൽകുകയില്ല. ഇത് ഭൗതികമായി അക്ഷരീകമായി സൂര്യൻ്റെ വെളിച്ചം ഒക്കെ ഇരുണ്ടുപോയെങ്കിൽ ഇത് പറഞ്ഞ കാലഘട്ടം ഏകദേശം BC 8-ാം നൂറ്റാണ്ട്. അതിനുശേഷം ഇന്ന് വരെ സൂര്യൻ്റെ പ്രകാശമില്ലേ? അപ്പോൾ ഇത് ആലങ്കാരികമാണ്. അക്ഷരീകമായി സൂര്യനും ചന്ദ്രനും നടക്കുന്ന ആകാശ നക്ഷത്രങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഇത് ന്യായവിധിയുടെ ചിത്രമാണ്. ഞാൻ ഭൂതലത്തെ ദോഷനിമിത്തവും ഭ്രഷ്ടന്മാരെ അവിടെ അകൃത്യ നിമിത്തവും സന്ദർശിക്കും. അഹങ്കാരികളുടെ ഗർവത്തെ ഞാൻ ഇല്ലാതാക്കും, ഉഗ്രന്മാരുടെ നിഗളത്തെ താഴ്ത്തും. ഞാൻ ഒരു പുരുഷനെ തങ്കത്തെക്കാളും ഒരു മനുഷ്യനെ ഓഫീർ തങ്കത്തെക്കാളും ദുർലഭമാക്കും. അങ്ങനെ ഞാൻ ആകാശത്തെ നടുങ്ങുമാറാക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവൻ്റെ ഉഗ്രകോപത്തിലും നാളിലും ഭൂമി അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകും. ഓടിച്ചുവിട്ട ഇളമാനെ പോലെയും ആരും കൂട്ടിച്ചേർക്കാത്ത ആടുകളെപ്പോലെയും അവർ ഓരോരുത്തൻ താന്താൻ്റെ ജാതികളുടെ അടുക്കിലേക്ക് തിരിയും. ഓരോരുത്തൻ താന്താൻ്റെ സ്വദേശത്തിലേക്ക് ഓടിപ്പോകും. കണ്ടുകിട്ടുന്നവനെയൊക്കെയും കുത്തിക്കൊല്ലും, പിടിപെടുന്നവനെയൊക്കെയും വാളാൽ വീഴും. അവർ കാണുക അവരുടെ ശിശുക്കളെ അടിച്ചു തകർത്ത് കളയും, അവിടെ വീടുകളെ കൊള്ളയിടും, അവിടെ ഭാര്യമാരെ അപമാനിക്കും. ഒരു വളരെ ഭയാനകമായ ചിത്രമാണ് യെശയ്യാവ് അവതരിപ്പിച്ചത്. രാജ്യം ദേശം ശൂന്യമാകുന്നു, നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമെല്ലാം താഴെ വീഴുന്നു, ഭൂമി ഇളകുന്നു, കുലുങ്ങുന്നു. ഇതെല്ലാം മനുഷ്യൻ്റെ തിന്മയുടെ ദുഷ്ടതയുടെ ഭവിഷ്യത്തായി സംഭവിക്കുന്ന ന്യായവിധിയെക്കുറിച്ചാണ്. സൂര്യൻ ഇരുണ്ടുപോകുന്നു. അതിൻ്റെ 11-ാം വാക്യം പറയുന്ന പോലെ, ഞാൻ ഭൂതലത്തെ ദോഷം നിമിത്തവും ഭ്രഷ്ടന്മാരെ അവിടെ അകൃത്യ നിമിത്തവും സന്ദർശിക്കും. ദോഷവും അകൃത്യവും ഇപ്രകാരം ദൈവം ഇടപെടാനുള്ള കാരണമാണെന്ന് വ്യക്തമായി പറയുന്നു. ഇപ്പോൾ നോഹയുടെ കാലത്ത് നമുക്കറിയാം എപ്രകാരമാണ് ദൈവം നോഹയുടെ കാലത്ത് ജലപ്രളയത്താൽ നശിപ്പിച്ചത്. മനുഷ്യരുടെ വിചാരങ്ങളും ചിന്തകളും തിന്മയായി മാറിയപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇതൊരു പാഠമാണ്. നിരന്തരമായ പാപം, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പാപം ദൈവം ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കില്ല. ദൈവം ഒരു ദിവസം ആ വിഷയത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. ദൈവം പാപത്തെ സന്ദർശിക്കും. നിങ്ങളുടെ പാപം നിങ്ങളെ കണ്ടെത്തുമെന്ന് സംഖ്യാപുസ്തകം പറയുന്ന പോലെ ഇതും ഒരു ദിവസത്തെക്കുറിച്ച് പറയുകയാണ്. കണക്ക് നോക്കുന്ന ദിവസം, ന്യായവിധിയുടെ ദിവസം, ദൈവം ഇടപെടുന്ന ദിവസം. ദൈവം സമീപത്തുണ്ട് എന്ന് യാക്കോബ് പറഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് വാതിക്കൽ നിൽക്കുന്നു. എല്ലാ ദേശത്തിൻ്റെ വാതിക്കൽ കർത്താവുണ്ട്. അത് ഇടപെടേണ്ട കൃത്യസമയത്ത് കർത്താവ് ഇടപെടുകയും ചെയ്യും. അതിൽ നിന്ന് ഏതിനെ ക്രോധത്തിൽ ആർക്കും ഓടാൻ പറ്റില്ല. 14-ാം വാക്യം പറയുന്ന പോലെ, ഓടിച്ചുവിട്ട ഇളമാനെ പോലെയും ആരും കൂട്ടിച്ചേർക്കാത്ത ആടുകളെ പോലെയും അവർ ഓരോരുത്തൻ താന്തൻ്റെ ജാതിയുടെ അടുക്കിലേക്ക് തിരിയും, ഓരോരുത്തൻ താന്തൻ്റെ സ്വദേശത്തേക്ക് ഓടിപ്പോകും. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും, പക്ഷെ ഓടാൻ പറ്റില്ല. ഇത് ന്യായവിധി കടന്നുമ്പോൾ രക്ഷപ്പെടാനും ഓടാനായിട്ടൊക്കെ ശ്രമിക്കും മനുഷ്യർ, പക്ഷെ ഓടി എങ്ങും ഒളിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് യുദ്ധത്തിൽ സംഭവിക്കുന്ന അവസ്ഥയാണ്. ലോകം നശിക്കുന്ന അവസ്ഥയാണ്. അത് 16-ാം വാക്യ യഥാർത്ഥത്തിൽ ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ തന്നെയാണ്. അവർ കാണുക അവിടെ ശിശുക്കളെ തകർത്ത് കളയും, ഇവിടെ വീടുകളെ കൊള്ളയിടും, ഇവിടെ ഭാര്യമാരെ അപമാനിക്കും. അപ്പോൾ ഇത് ശരിക്കും വളരെ വ്യക്തമായി പാപം ഇങ്ങനെ ക്രമാക്രമമായിട്ട് ഇങ്ങനെ വർദ്ധിച്ചു വന്നു കഴിയുമ്പോൾ, വികസിച്ച് വന്നു കഴിയുമ്പോൾ മനുഷ്യനല്ലാതായി മാറും. മനുഷ്യത്വമില്ലായ്മ, മനുഷ്യപ്പറ്റ് നഷ്ടപ്പെടുന്നൊരവസ്ഥ. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അവിടെ കണ്ടുകിട്ടുന്നതിനെയൊക്കെ കുത്തിക്കൊല്ലും, പിടിപെടുന്നതിനെയൊക്കെ വാളാൽ വീഴും. അവർ കാണുക ശിശുക്കളെ അടിച്ചു തകർക്കും, വീടുകളെ കൊള്ളയിടും, ഭാര്യമാരെ അപമാനിക്കും. ഇതൊക്കെ മനുഷ്യത്വമില്ലായ്മയുടെ ചിത്രമാണ്.
മനുഷ്യനല്ലാതായി മാറുന്നൊരവസ്ഥ. പാപത്തിൻ്റെ വികസനത്തിൻ്റെ വളർച്ചയുടെ തോതാണിത്. അവസാനമായിട്ട് 17 മുതൽ 22 വരെ ബാബിലോണിൻ്റെ നാശത്തെക്കുറിച്ച് പറയും. നമ്മൾ ഈ അധ്യായം തീർന്ന ശേഷം അടുത്ത പാഠത്തിൽ ഇതിനെക്കുറിച്ചൊരു അവലോകനം നമ്മൾ നടത്തുന്നതാണ്. ഇന്ന് അതിൻ്റെ ഒരു ആമുഖം മാത്രം പറയും. ഇപ്പോൾ 17 മുതൽ 22 വരെ യെശയ്യാവ് 13. ഞാൻ മേദ്യരെ അവർക്ക് വിരോധമായി ഉണർത്തും. അവർ വെള്ളിയെ കാര്യമാക്കുകയില്ല, പൊന്നിൽ അവർക്ക് താല്പര്യവുമില്ല. അവരുടെ വില്ലുകൾ യുവാക്കളെ തകർത്ത് കളയും. ഗർഭഫലത്തോട് അവർക്ക് കരുണ തോന്നുകയില്ല. പൈതങ്ങളെ അവർ ആദരിക്കുകയില്ല. രാജ്യങ്ങളുടെ മഹത്വവും കൽദരുടെ പ്രശംസാലങ്കരവുമായ ബാബേൽ ദൈവം സൊദോമിനെയും ഗൊമോറയും മറിച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും. അതിൽ ഒരു നാളും കുടിപ്പാർപ്പുണ്ടാവുകയില്ല. തലമുറയോളം അതിലാരും വസിക്കുകയില്ല. അറബിക്കാരൻ അവിടെ കൂടാരമടിക്കുകയില്ല. ഇനി ശ്രദ്ധിക്കുക, ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയുമില്ല. മരുമൃഗങ്ങൾ അവിടെ കിടക്കും. അവിടെ വീടുകളിൽ മൂങ്ങ നിറയും. ഒട്ടകപ്പക്ഷികൾ അവിടെ പാർക്കും. ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. അവിടെ അരമനകളിൽ ചെന്നായ്ക്കളും അവിടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികളും ഓളിയിടും. അതിൻ്റെ സമയം അടുത്തിരിക്കുന്നു, അതിൻ്റെ കാലം ദീർഘിച്ചു പോകുകയില്ല. ബാബിലോണിൻ്റെ നാശം ഇത് ചരിത്രത്തിൻ്റെ സാക്ഷ്യമാണ്. ദൈവം തകർത്തിരുന്ന രാജ്യം, അവിടെ ഇനി മനുഷ്യൻ വസിക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ മനുഷ്യൻ വസിക്കില്ല. ഇന്ന് അവിടെ ചെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ മൃഗങ്ങളുടെ കൂട്ടമാണ് അവിടെ. അപ്പോൾ ഇവിടെ ഒരു കാര്യം 17-ാം വാക്യം പറയുന്നത്, ഞാൻ മേദ്യരെ അവർക്ക് വിരോധമായി ഉണർത്തും. മേദ്യ എന്ന രാജ്യത്തെ അതൊരു വിരോധാഭാസമാണ്. മേദ്യ എന്നാൽ ഇന്നത്തെ മധ്യ ഇറാൻ ദേശമെന്ന് പറയാം. അവർ ബാബിലോണിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ബാബിലോൺ രാജ്യത്തോട് കൂട്ടിച്ചേർന്നാണ് അസീറിയെ തകർക്കാൻ കൂടിച്ചേർന്നത്. ബാബിലോണോട് കൂടിച്ചേർന്ന് നിന്ന് അസീറിയെ തകർക്കാൻ യുദ്ധം ചെയ്തതാണ് മേദ്യർ 612 BC. കോരസ് പേർഷ്യൻ രാജാവായി വരുമ്പോൾ ആ കോരസ് അവസാനം മേദ്യരെ കീഴടക്കും. 539 BC ബാബിലോൺ തകർക്കപ്പെടുമ്പോൾ മേദ്യരും പേർഷ്യരും ഒരുമിച്ച് സഖ്യകക്ഷികളായി ബലം പ്രാപിക്കും. അങ്ങനെയാണ് ബാബിലോൺ തകർക്കപ്പെടുന്നത്. ഇപ്പോൾ ഒരിക്കൽ കൂടെ നിന്നവർ തന്നെയാണ് ഇപ്പോൾ ശത്രുവായി വരുന്നത്, മേദ്യർ. അപ്പോൾ മേദ്യർ ആക്രമിക്കുമ്പോൾ അവരുടെ സ്വഭാവം എന്താണ്? അവർ ഒരു കരുണയും കാണിക്കില്ല. അവർ ഗർഭഫലത്തോട് അവർക്ക് കരുണ തോന്നുകയില്ല. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ആദ്യമായിട്ട് കരുണ എന്ന വാക്ക് കാണുന്നത് ഇവിടെയാണ്. കരുണ എന്ന് പറഞ്ഞാൽ ഉയർന്ന ഒരാൾ താഴ്ന്ന ഒരാളോട് കാട്ടുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു സ്നേഹമാണ്, ഒരു പ്രതികരണമാണ് കരുണ എന്ന് പറയുന്നത്. ഇവിടെ ബാബിലോൺ എന്ന രാജ്യത്തോട് ഒരു കരുണയും ഈ കാണിക്കില്ല. ക്രൂരതയുടെ കാര്യത്തിൽ അത്ര ക്രൂരമായിട്ടായിരിക്കും ഇടപെടാൻ പോകുന്നത്. ബാബിലോൺ അവസാനം സൊദോം ഗൊമോറ പണിയാണ്. 19-ാം വാക്യത്തിൽ, രാജ്യങ്ങളുടെ മഹത്വവും കൽദരുടെ പ്രശംസാലങ്കരവുമായ ബാബേൽ ദൈവം സൊദോമിനെയും ഗൊമോറയും പോലെ മറിച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും. ഒരിക്കൽ മഹത്വത്തിലും പ്രൗഢിയിൽ ഇരിക്കുന്ന രാജ്യത്തിൻ്റെ ഗതി, കാരണം ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചപ്പോൾ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരോധമായി നിന്നപ്പോൾ ഉന്നതത്തിൽ നിന്നാണ് വരെ തള്ളി താഴെയിട്ടത്. സൊദോം ഗൊമോറയെക്കുറിച്ച് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമായിട്ട് യോർദാൻ താഴ്വരയിലുള്ള ആ ചാവയുടെ തീരത്തുള്ള ആ ഒരു പട്ടണങ്ങൾ, അബ്രഹാമിൻ്റെ ബന്ധുക്കാരനായ ലോത്ത് വസിച്ച പട്ടണം, സൊദോമിനോട് ചേർന്ന് കൂടാരമടിച്ച് തൻ്റെ പ്രിയപ്പെട്ട അങ്കിളായ അബ്രഹാമിൽ നിന്ന് വേർപെട്ടത് നിമിത്തം വന്നുപോയ അന്ധത. ഉൽപ്പത്തി 13-ാമത്തെ 19-12 നമുക്കറിയാം. ഈ രണ്ട് പട്ടണങ്ങളും ദുഷ്ടതയ്ക്ക് പേരുകെട്ട പട്ടണങ്ങളാണ്, സൊദോം ഗൊമോറ. ഈ പട്ടണങ്ങൾ ഒരു പഴഞ്ചൊല്ലാണ്. ബൈബിളിൽ പല പുസ്തകങ്ങളിലും ദുഷ്ടതയുടെ പര്യായമായി, ദുഷ്ടതയ്ക്ക് വരാൻ പോകുന്ന നാശത്തിൻ്റെ ചിത്രമായി സൊദോം ഗൊമോറയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യിരെമ്യാ 23:14, ആമോസ് 4:11, സഫന്യാ 2:9, റോമർ 9:29, 2 പത്രോസ് 2:6, യൂദയുടെ ലേഖനം 7-ാം വാക്യത്തിലെല്ലാം സൊദോം ഗൊമോറ എന്ന പ്രയോഗം കാണാം. ദുഷ്ടതയുടെ പര്യായമായി മാറിയ രണ്ട് രാജ്യങ്ങൾ ബാബിലോണെ അതേപോലെയാക്കും. ഇപ്പോൾ ഈ ബാബിലോൺ എന്ന സാമ്രാജ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് പിന്നീട് ഒരിക്കലും മനുഷ്യവാസം ഉണ്ടാവുകയില്ല. ദൈവം പറഞ്ഞാൽ ഇന്നും ചരിത്രത്തിൽ അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇവിടെ മനുഷ്യർ വസിക്കില്ല. അവിടെ വസിക്കുന്നവൻ എന്താണ്? മരുമൃഗങ്ങൾ, മരുഭൂമിയിൽ സാധാരണ കാണുന്ന മൃഗങ്ങൾ, വീടുകളിൽ മൂങ്ങ, ഒട്ടകപ്പക്ഷി, ഭൂതങ്ങൾ, ചെന്നായ്ക്കൾ. ഭൂതങ്ങൾ ഉദ്ദേശിക്കുന്ന ഹൈന എന്ന് പറയുന്ന മൃഗമാണ്. അരമനകളിൽ ചെന്നായ്ക്കൾ, ഇവിടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികളും ഓളിയിടും. മനുഷ്യർക്ക് പോലെ ഇവരൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത്. നമ്മളിപ്പോൾ ആയിരിക്കുന്ന രാജ്യത്ത് അവിടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു മെട്രോപൊളിറ്റൻ സിറ്റി, അത് ലണ്ടൻ ആകാം, ഇന്ത്യ ആകാം, അല്ലെങ്കിൽ ഡൽഹി ആകാം, അല്ലെങ്കിൽ ആഗ്ര ആകാം, അല്ലെങ്കിൽ പാരീസ് ആകാം, അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും ലോകത്തിൽ പ്രധാനപ്പെട്ട ഒരു പട്ടണത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കാം.
ആ പട്ടണം ഈ ഒരു ഗതിയിലേക്ക് എത്തുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതിനേക്കാളും വലിയ ശ്രേഷ്ഠമായ പ്രൗഢമായ ഒരു അവസ്ഥയിലായിരുന്നു ബാബിലോൺ. അതിനിപ്പോൾ വന്നിരിക്കുന്ന അവസ്ഥ മനുഷ്യർ വസിക്കാത്തൊരു സ്ഥലമാക്കി ദൈവം മാറ്റുകയാണ്. അത് ദൈവത്തിൻ്റെ ശിക്ഷാവിധിയാണ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കും. ദൈവമാണ് രാജാവ്, ദൈവമാണ് യഥാർത്ഥത്തിലുള്ള രാജാവ്, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. ഈ അധ്യായം എന്താണ് വാസ്തവത്തിൽ പഠിപ്പിക്കുന്നത്? ഇതൊരു പുതിയ ഭാഗം തുടങ്ങിയാണ് 13-ാം അധ്യായത്തിൽ. 13-ാം അധ്യായത്തിൽ യെശയ്യാപ്രവചനൻ്റെ പുസ്തകത്തിൻ്റെ മറ്റൊരു ഭാഗത്തിൻ്റെ ആരംഭമാണ്. ഈ രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരെ നിന്ന് പ്രവർത്തിച്ചവരാണ്. അവരെല്ലാം ദൈവത്തിന് ന്യായവിധി നേരിടാൻ പോവുകയാണ്. ഈ പുസ്തകം യെശയ്യാപ്രവചനൻ്റെ പുസ്തകത്തിലെ 13-ാം അധ്യായം മുതൽ 23-ാം അധ്യായം വരെ അവതരിപ്പിക്കുന്നത്, പരാമർശിക്കുന്നത് ദൈവജനമായ ഇസ്രായേലിനെതിരെ ഇന്നല്ല അന്ന് നിന്ന രാജ്യങ്ങളാണ്. ബാബിലോണിൽ തുടങ്ങി അസീറിയ, ഫിലിസ്തീയ, മേദ്യർ, മൊവാബ്, ദമാസ്കസ്, എത്യോപ്യ, ഈജിപ്റ്റ്, ഏദോം, അറേബ്യ, സോർ തുടങ്ങിയ പല രാജ്യങ്ങളുടെ നാശമാണ് പ്രവാചകൻ. യെശയ്യാ പ്രവാചകനിലൂടെ ഈ രാജ്യങ്ങൾക്ക് വരാൻ പോകുന്ന നാശം ദൈവത്തിൻ്റെ ജനത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. അത് യാതൊരു സംശയമില്ല. അതിൻ്റെ ചിത്രമാണിത്. ഒരു വലിയ സത്യം ഇവിടെ ഈ ന്യായവിധിയിലൂടെ കാണിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരമോന്നതമായുള്ള അധികാരം, ദൈവത്തിൻ്റെ പരമാധികാരത്തെ കാണിക്കുകയാണ്. സോവർണിറ്റി ഓഫ് ഗോഡ്. ദൈവമാണ് പ്രപഞ്ചത്തിൻ്റെ അധിപൻ. ആ വലിയ സത്യത്തോട് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഇസ്രായേൽ ജനങ്ങൾ പഠിക്കേണ്ട പാഠമാണ്. ഇന്ന് ദൈവമക്കളെ എല്ലാവരും പഠിക്കേണ്ട പാഠമാണ്. ദൈവത്തിൻ്റെ വെളിപാട് വളരെ വ്യക്തമാണ്. ഇതൊരു ആത്മീക സത്യമാണ്. അതായത് ദൈവമാണ് പ്രപഞ്ചത്തിൻ്റെ കർത്താവ്. ഗോഡ് ഈസ് ദ ലോർഡ് ഓഫ് ഓൾ ദ എർത്ത്. ദൈവമാണ് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ അഖിലാണ്ടത്തിൻ്റെ കർത്താവ്. ഈ ഒരു സുപ്രധാന സത്യം ബാബിലോണിനോട് ഇടപെടുമ്പോൾ 3 വിധത്തിലാണെന്ന് കാണിച്ചു കൊടുത്തത്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത തവണ ചിന്തിക്കാം. അപ്പോൾ ഈ പഠിച്ച പാഠം എന്താണ്? ബാബിലോണിനെ ദൈവം വിച്ഛിന്നമാക്കുകയാണ്. ബാബിലോൺ ആരാണ്? മഹതിയാം ബാബിലോൺ എന്നൊക്കെ വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്. ദാനിയേൽ തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു, അങ്ങാണ് ബാബിലോൺ രാജാവായി നെബൂഖദ്നേസർ, അങ്ങാണ് ഈ സിംഹം. സാമ്രാജ്യങ്ങളിൽ വളരെ ഉന്നതമായ സാമ്രാജ്യം. അത് ഇന്നത്തെ ഗതി എന്താണ്? മനുഷ്യവാസമില്ലാതെ മരുമൃഗങ്ങൾ, ഒട്ടകങ്ങളും ചെന്നായ്ക്കളും ഹൈനകളും പുള്ളിപ്പുലികളും ഒക്കെ വസിക്കുന്ന സ്ഥലമായി ശൂന്യമാക്കപ്പെട്ടു. ദൈവത്തിനെതിരെ പ്രവർത്തിച്ച രാജ്യങ്ങളെല്ലാം അപ്രകാരമാണ്. ഇസ്രായേലിൻ്റെ യെരൂശലേമിലെ ദേവാലയം കവർ ചെയ്ത് ദൈവമക്കളെ പീഡിപ്പിച്ച രാജ്യമാണ്. അവിടെ കൂടെ നിന്നവർ തന്നെ വീണ്ടും അവർക്കെതിരായി മാറും. ദൈവം എപ്രകാരമുണ്ട് രാജ്യങ്ങളെ ന്യായവിധിക്ക് നമുക്ക് കാണാൻ സാധിക്കും. 1-2 പേര് എല്ലാ രാജ്യങ്ങളും ന്യായവിധി നേരിടും. ദൈവത്തിൻ്റെ ന്യായവിധി പെട്ടെന്നായിരിക്കില്ല, ദൈവസമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ കണ്ടു, ന്യായവിധി നടക്കുന്നത് ദൈവം സന്ദർശിക്കുകയാണ്. ദൈവം വന്നു എന്ന് പറയുന്നത് തുല്യമാണ്. ദൈവം ഇടപെടുകയാണ്. ദൈവത്തിൻ്റെ ദിവസമാണ് ന്യായവിധിയുടെ ദിവസം. ഈ ചിത്രം എപ്പോഴും മനസ്സിലുണ്ടാകട്ടെ. ദൈവം പാപത്തെ കണ്ടില്ലെന്നടിക്കില്ല. പാപത്തെ ദൈവം സന്ദർശിക്കും. പിന്നെ ദൈവവിശുദ്ധന നീതിമാനുമാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് തുടരാൻ അടുത്ത പഠനം.